മലപ്പുറം പൊന്നാനിയിൽ നിന്ന് പോയ മത്സ്യബന്ധന ബോട്ടിൽ കപ്പൽ ഇടിച്ച് 2 മരണം. കാണാതായ പൊന്നാനി പള്ളിപ്പടി സ്വദേശി ഗഫൂറിന്റെയും അഴീക്കൽ സ്വദേശി സലാമിന്റെയും മൃതദേഹമാണ് കണ്ടെടുത്തത്. അപകട സമയത്ത് 4 പേരെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തിയിരുന്നു. പൊന്നാനിയിൽ നിന്നും വെള്ളിയാഴ്ച രാത്രി മത്സ്യബന്ധനത്തിന് പോയ അഴീക്കൽ സ്വദേശി നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാം ബോട്ട് ആണ് അപകടത്തിൽപ്പെട്ടത്. ബോട്ട് എവിടാ? ബോട്ട് പോയി. നമ്മളാണ് പോയിന് നമുക്ക് കേട്ടാടാ. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഈ അപകടത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഈ 2 പേരെ ആയിരുന്നല്ലോ കാണാതായത്. കൂടുതൽ ആളുകളെ കാണാതായിട്ടുണ്ടോ? നിലവിൽ തെരച്ചിൽ അവസാനിപ്പിച്ചോ? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, 6 പേരായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ 4 പേരെ കപ്പൽ ജീവനക്കാർ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. 2 പേർക്കായിട്ടായിരുന്നു തെരച്ചിൽ. അവരുടെ മൃതശരീരവും അല്പസമയം മുൻപ് കണ്ടെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായ വിവരം, ഇന്നലെ രാത്രി 1 മണിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. സാഗർ യുവരാജ് എന്ന ചരക്ക് കപ്പലാണ് ഈ ബോട്ടിനെ ഇടിച്ചിട്ടുള്ളത്. ഈ കപ്പൽ ജീവനക്കാർ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതും മറ്റുള്ളവരെ രക്ഷപ്പെടുത്തിയതും. ബോട്ട് ഈ അപകടത്തിൽ 2ആയി മുറിയുകയും ഈ കാണാതായ 2 പേർ ഇതിന്റെ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതും ഈ ബോട്ടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് തന്നെയാണ്. ഏതാണെങ്കിലും ആ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ പൊന്നാനിയിൽ നിന്നുള്ള പ്രത്യേക സംഘം ഈ തെരച്ചിലിന് വേണ്ടി പോവുകയും കോസ്റ്റൽ പോലീസും മറ്റുള്ളവരോട് എത്തുകയും ചെയ്തു. അവരുടെ എല്ലാം തന്നെ സംയുക്തമായ തെരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. പൊന്നാനിയിൽ നിന്നും ഏകദേശം 30 നോട്ടിക്കൽ മൈൽ അകലയിൽ നിന്നാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പ്രാഥമികമായിട്ട് അറിയുന്നത്. ഇത് ചാവക്കാട് മേഖലയ്ക്ക് ഇടക്കയൂർ മേഖലയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ഈ ഒരു സമുദ്ര പരിധിയിൽ, അതായത് സാധാരണ ബോട്ടുകൾ പോകുന്ന അതേ ഇടത്താണോ ഇവർ സഞ്ചരിച്ചതെന്നോ ഇവർക്ക് ദിശ മാറി അത്തരത്തിൽ ആ വഴിയിലേക്ക് പോയതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അതെന്താണെങ്കിലും ഈ ഇവരുമായിട്ടുള്ള വള്ളം അല്ലെങ്കിൽ ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ബോട്ട് 9:30-10 മണിയോടെ പൊന്നാനിയിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് എത്തിയതിനു ശേഷമേ ഈ അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എന്താണെങ്കിലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ പൊന്നാനിയിലെ തീരദേശ മേഖലയെ ദുഃഖത്തിലാർത്തുന്ന ഒരു ദുരന്തമാണ് നമുക്ക് രാവിലെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ഈ ഒരു 2 പേർക്ക് പുറമെ മറ്റാരും തന്നെ ഇനി ഇതിൽ പെട്ടിട്ടില്ല എന്ന വിലയിരുത്തൽ തന്നെയാണുള്ളത്. 6 പേരായിരുന്നു വള്ളത്തിലുണ്ടായിരുന്നത്. അതിൽ 4 പേരെ രക്ഷപ്പെടുത്തി 2 പേരുടെ മൃതദേഹങ്ങളുമായിട്ടാണ് ഇപ്പോൾ പൊന്നാനിയിൽ നിന്ന് പോയവർ തിരിച്ചെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊക്കെ തീർച്ചയായും, അതായത് അനുമോദ് സൂചിപ്പിക്കുന്നത് പോലെ ഇത് എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് എന്നതിലൊക്കെ ഇനിയും നമുക്ക് വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷേ അനുമോദ്, എപ്പോഴും ഈ കപ്പൽ സാധാരണ നിലയിൽ കപ്പൽ ചാലിലൂടെ തന്നെയാണല്ലോ സഞ്ചരിക്കാറുള്ളത്. അത് അത്തരത്തിൽ ആ കപ്പൽ ചാലിൽ നിന്ന് വഴിമാറി കപ്പൽ സഞ്ചരിച്ചതാണോ? ബോട്ട് അതിൻ്റെ അതിർത്തി കടന്നപ്പുറത്തേക്ക് പോയതാണോ? ഇതിലൊക്കെയാണ് ഇനിയും വ്യക്തത കൈവരേണ്ടത്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ ഈ ബോട്ട് ഏതാണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ആ തരത്തിലാണ് ദൃശ്യങ്ങൾ. നമുക്കിപ്പോൾ മൃതദേഹം ആണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കപ്പൽ അപകടത്തിൽ ബോട്ട് ഇടിച്ചാണ്, മത്സ്യബന്ധന ബോട്ടിലേക്ക് കപ്പൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത്. 2 പേർ ആണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത്. ആ മരിച്ചവരുടെ മൃതദേഹത്തിൻ്റെ ദൃശ്യം ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പൊന്നാനിയിൽ അപ്രതീക്ഷിതമായുള്ള അപകടം തന്നെയാണ് ഉണ്ടായത്. 6 പേരാണ് മത്സ്യബന്ധന ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേരെ ഈ അപകടമുണ്ടായ സമയത്ത് തന്നെ കപ്പലിൽ ഉണ്ടായിരുന്നവർ
രക്ഷപ്പെടുത്തി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 2 പേരെ വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായിരുന്നു. പക്ഷേ അവർ 2 പേരെയും മരണപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. അഴീക്കൽ സ്വദേശി സലാം, പള്ളിപ്പടി സ്വദേശി ഗഫൂർ എന്നിവരുടെ മൃതദേഹം ആണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അനുമോദ്, ഈ പ്രദേശവാസികൾ ആയിരുന്നു ഈ മത്സ്യബന്ധന ബോട്ടിൽ ഉണ്ടായിരുന്നത്. കപ്പൽ ആരുടേതാണ്, കപ്പലിൻ്റെ സ്വഭാവം എന്താണ്, അത് സംബന്ധിച്ച് വ്യക്തത കൈവന്നിട്ടുണ്ട്? ചരക്ക് കപ്പലാണ് ഈ സാഗർ യുവരാജ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ലക്ഷദ്വീപ് രജിസ്റ്റേർഡ് ആണ്. അത് ഇന്ത്യൻ കപ്പൽ തന്നെയാണ്. ഇത് ബേപ്പൂരിലേക്ക് ചരക്കുമായി വരുന്ന കപ്പലാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ള അങ്ങനെ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. കാരണം ഈ കപ്പലിൻ്റെ ഉടമസ്ഥരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടില്ല. നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കപ്പൽ അതിൻ്റെ പാതയിൽ തന്നെയായിരുന്നു. ദിശ മാറി ഒരുപക്ഷെ ബോട്ട് കപ്പൽ പാതയിലേക്ക് എത്തിയതാകാം അല്ലെങ്കിൽ അത്തരത്തിൽ ചെന്നതാകാം എന്നൊരു നിഗമനമാണ്. അത് സ്ഥിരീകരിച്ചതല്ല നമുക്ക് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള ഒരു കാര്യം. ഇന്ത്യൻ കപ്പലാണ്. ഈ ബോട്ടിൽ കപ്പലിടിച്ചപ്പോൾ ഉണ്ടായ അപകടത്തിൽ ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയതും ഈ കപ്പൽ ജീവനക്കാർ തന്നെയാണ്. കപ്പൽ ഈ ഒരു രക്ഷാപ്രവർത്തനം പൂർണ്ണമായിട്ടും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇതിൽ കോസ്റ്റൽ പോലീസാണ് ഇനി മറ്റു കാര്യങ്ങൾ പറയേണ്ടതുള്ളത്. അവരുടെ പ്രതികരണവും അല്ലെങ്കിൽ ബോട്ടിൻ്റെ ഈ കപ്പലിൻ്റെ ഉദ്യോഗസ്ഥരുടെ പ്രതികരണവും നമുക്ക് ഏറെ വൈകാതെ ലഭ്യമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കപ്പൽ അതിൻ്റെ പാതയിലൂടെ തന്നെ ആയിരുന്നു എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ പൊന്നാനിയിൽ നിന്ന് വെള്ളിയാഴ്ച രാത്രിയാണല്ലോ മത്സ്യബന്ധനത്തിന് ബോട്ട് പുറപ്പെട്ടത്. അപ്പോൾ അവർ മത്സ്യബന്ധന ശേഷം ഇനിയിപ്പോൾ മടങ്ങി വരുന്ന സമയമായിരുന്നോ? അത്തരം കാര്യങ്ങളിലുമൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട് അല്ലേ അനുമോ? അവർ മടങ്ങി വരുന്ന സമയം തന്നെയായിരുന്നു. കാരണം സാധാരണ കടലിൽ പോയാൽ 2 ദിവസം ആണ് ഇതിൻ്റെ ഒരു കാലയളവ്. 2 ദിവസത്തിനുള്ളിൽ തിരിച്ചെത്തുക. വെള്ളിയാഴ്ച രാത്രി പോയാൽ അത് ഞായറാഴ്ചയോടെ തിരിച്ചു വരിക എന്നുള്ളതാണ് സാധാരണ പൊന്നാനിയിൽ നിന്ന് കടൽ പോകുന്ന, പ്രത്യേകിച്ച് ചെറുകിട ബോട്ടിൻ്റെ ഉടമസ്ഥരുടെയൊക്കെ ഒരു രീതി. അതുപോലെ തന്നെയാണ് ഇത്തവണയും ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ബോട്ട് 2ആയി മുറിയുന്ന തരത്തിലേക്കൊരു അപകടം സംഭവിച്ചത് എങ്ങനെ? അതൊരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിയൊഴുക്കുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ ദിശ മാറിപ്പോയതാകാം. ഒരുപക്ഷെ മീൻ ലഭിക്കാത്തതിൻ്റെ കാരണത്താൽ അവർ പുറകടലിലേക്ക് പോകുന്നതാവുമാകാം. എന്താണെങ്കിലും അതിൽ നമുക്ക് വ്യക്തത കൈവന്നിട്ടില്ല. നിലവിൽ ഈ ഒരു ബോട്ടിൻ്റെ കാര്യങ്ങൾ രക്ഷപ്പെട്ടവർ തന്നെ കരയിലെത്തിയതിനു ശേഷം നമുക്ക് അവരുടെ പ്രതികരണം ലഭിക്കേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന്. കാരണം 4 പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും നമുക്ക് ഇതിൻ്റെ ഒരു കൃത്യമായ ചിത്രം ഏറെ വൈകാതെ ലഭിക്കും എന്ന് തന്നെ വേണം നമുക്ക് കരുതുവാൻ. അഭിലാഷ്, തീർച്ചയായും. അതായത് അനുമോദ്, നമുക്ക് ദൃശ്യങ്ങളിൽ ഈ സൂചിപ്പിക്കുന്ന പോലെ ബോട്ട് 2ആയി മുറിഞ്ഞു കിടക്കുന്നത് കാണാം. അത് 90% ആ ഇടിയുടെ ആഘാതത്തിൽ തന്നെ ആയിരിക്കണം. ഒരുപക്ഷെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയോ മറ്റോ ഒക്കെ കൂടുതൽ ബോട്ടിൻ്റെ പാളികൾ മാറ്റുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാനാവില്ല. എങ്കിൽ പോലും അതിനൊരു പരിധിയുണ്ടല്ലോ. പക്ഷേ ഈ ആഘാതം വലുതായിരുന്നു, ഇടിയുടെ ഒരു ആഘാതം വലുതായിരുന്നു എന്ന് വേണം തന്നല്ലോ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നടക്കം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും ബോട്ട് 2 കഷ്ണമായി മുറിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം സാമാന്യം നല്ല ആഘാതം തന്നെയായിരിക്കും. കാരണം അല്ലെങ്കിൽ ബോട്ട് 2 കഷ്ണമായിട്ട് മുറിയുകയും ഈ ആളുകൾ ഇത്രയും പേർ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഒരുപക്ഷെ രാത്രി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബോട്ട് ഒരുപക്ഷെ കപ്പൽ കാണണം എന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അപകടത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ അല്പസമയം കൂടി കഴിയേണ്ടതുണ്ട്. കാരണം ഇതിൽ ഈ പെട്ടവർ കരയിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. ഇവരെ രക്ഷാപ്രവർത്തനത്തിൽ പോയവർ കരയിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. അവരുമായി സംസാരിച്ചാൽ മാത്രമേ ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസ് ആണെങ്കിലും ഇപ്പോൾ പൊന്നാനി കടലിലാണുള്ളത്. അവരുടെ എല്ലാം തിരിച്ചെത്തിയതിനു ശേഷം മാത്രമേ ഇതിൽ അഭിലാഷ് പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് നൽകാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും ഇനിയും ഒരുപാട് ഡേറ്റകളും വിവരങ്ങളും ശേഖരിക്കേണ്ടതുണ്ട്. അനുമോദ് വാർത്ത തത്സമയം നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. അതിനിടയിലാണ് നമുക്ക് ഈ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരിലേക്കൊക്കെ പങ്കുവെക്കേണ്ടി വരുന്നത്. കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും അനുമോദ് ഒരു പക്ഷേ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ നമുക്ക് ഈ വാർത്തയിൽ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്താം. എന്തായാലും രാവിലെ നമുക്ക് ദുഃഖകരമായൊരു വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് വാർത്താരംഭം തുടങ്ങേണ്ടി വരുന്നത്. മലപ്പുറം പൊന്നാനിയിൽ നിന്ന് പോയ മത്സ്യബന്ധന ബോട്ടിൽ ആണ് കപ്പൽ ഇടിച്ചത്. ഇതിൽ ആരുടെ ഭാഗത്താണ് പിഴവ്? കപ്പൽ ചാലിൽ നിന്ന് മാറിയാണോ സഞ്ചരിച്ചത്? ബോട്ട്
കപ്പലിലേക്ക് ഇടിച്ചതാണോ? ഇതിലൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷേ 2 മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രതികരണം, അതോടൊപ്പം തന്നെ കപ്പൽ ജീവനക്കാരുടെ പ്രതികരണങ്ങളൊക്കെ ലഭിച്ച ശേഷം മാത്രമേ കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ. അതോടൊപ്പം തന്നെ മറ്റൊരു ദുഃഖകരമായ വാർത്ത, എറണാകുളം പുതുവൈപ്പ് ബീച്ചിലെ അപകടത്തിൽ മരണം 3 എന്നുള്ളതാണ്. ചികിത്സയിലുണ്ടായിരുന്ന 2 കുട്ടികൾ കൂടി മരിച്ചു. കത്തിരിക്കടവ് സ്വദേശി മിലൻ സെബാസ്റ്റ്യൻ, എളംകുളം സ്വദേശി ആൽവിൻ എന്നിവരാണ് മരിച്ചത്. ഇവർക്കൊപ്പം കടലിൽ കുളിക്കാൻ ഇറങ്ങിയ അഭിഷേക് ഇന്നലെ മരിച്ചിരുന്നു. വിവരങ്ങളുമായി ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, ഒരു സംഘം വിദ്യാർത്ഥികളായിരുന്നു കടലിൽ രാവിലെ കുളിക്കാൻ പോയത്. അതിൽ അഭിഷേക് ഇന്നലെ തന്നെ മരണപ്പെട്ടു. അതിനുശേഷം 2 പേർ ഗുരുതരാവസ്ഥയിൽ ആയിരുന്നു. കുറച്ച് കുട്ടികളെ രക്ഷപ്പെടുത്താനും സാധിച്ചിരുന്നു. എന്തായാലും ദുഃഖകരമായ സംഭവം, ആ 2 കുട്ടികൾ കൂടി മരണപ്പെട്ടിരിക്കുന്നു. അഭിലാഷ്, അതീവ ദുഃഖകരമായ സംഭവം. 7 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇന്നലെ എറണാകുളം കത്രിക്കടവ് കടവന്ത്ര മേഖലയിൽ നിന്ന് സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് പുതുവൈപ്പ് ബീച്ചിലേക്ക് പോകുന്നത്. ഇന്നലെ രാവിലെ 6 മണിക്ക് ഇവരെല്ലാവരും അവിടേക്ക് പുറപ്പെട്ടു. തുടർന്ന് പുതുവൈപ്പ് ബീച്ചിലെത്തി. ഒരാൾ ഒഴികെ മറ്റുള്ളവർ 6 പേരും തന്നെ കടലിൽ ഇറങ്ങുകയായിരുന്നു. പക്ഷെ വലിയ വലിയ തിരമാലയിൽപ്പെട്ട ഇവർ കടലിലകപ്പെട്ടു. ഇതിൽ അഭിഷേകിനെ ഇന്നലെ തന്നെ മരണപ്പെട്ടിരുന്നു. അഭിഷേകിനെ വൈകിയാണ് തെരച്ചിൽ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചത്. മറ്റ് 2 പേര് ഇപ്പോൾ ഇന്ന് പുലർച്ചെ മരണപ്പെട്ട മിലൻ സെബാസ്റ്റ്യനും അതോടൊപ്പം തന്നെ ആൽവിനും, 2 പേർക്കും 19 വയസ്സ് വീതമാണ് പ്രായം. ഇവർ 2 പേരെയും കണ്ടെത്തുമ്പോൾ തന്നെ തീർത്തും അവശരായിരുന്നു. അവരെ 2 പേരെയും എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷെ തീർത്തും അവശ്യ നിലയിലും അതോടൊപ്പം ഗുരുതരാവസ്ഥയിലും തന്നെയായിരുന്നു ഇവർ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത്. അവർ 2 പേരുമാണ് ഇന്ന് പുലർച്ചെ മരണപ്പെടുന്നത്. 5-ഓടുകൂടിയായിരുന്നു മരണം സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ ഈ കുട്ടികൾ തിരയിൽപ്പെടുമ്പോൾ ആ പരിസരത്തുണ്ടായിരുന്ന ഒരു നീന്തൽ പരിശീലനം നൽകുന്ന സംഘം അവർ രക്ഷക്കെത്തിയത് കൊണ്ടാണ് ഈ ഒരു ആഘാതം ഇത്രയെങ്കിലും കുറയുന്നത്. അവരെ വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. വലിയ തിരമാല ആഞ്ഞടിക്കുകയായിരുന്നു എന്നാണ് പരിസരത്തുണ്ടായിരുന്നവർ പറയുന്നത്. കുട്ടികൾ തിരയിലകപ്പെട്ടു. തുടർന്ന് അഭിഷേകിനെ തിരച്ചിൽ വൈകി കണ്ടെത്തുന്നു. അഭിഷേക് കണ്ടെത്തുമ്പോൾ തന്നെ മരണപ്പെട്ടിരുന്നു. മറ്റുള്ള 2 പേരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 2 പേരുടെ മരണം കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. അഭിഷേകിന്റെ മൃതദേഹം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ബന്ധുക്കൾക്ക് ആശുപത്രി നടപടികൾക്ക് ശേഷം വിട്ടുകൊടുത്തിരുന്നു. ഇപ്പോൾ ഇന്ന് പുലർച്ചയോടുകൂടി മറ്റ് 2 സുഹൃത്തുക്കൾ കൂടി, ഇവരുടെ സംഘത്തിലുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ കൂടി മരണപ്പെട്ടിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാനി പോൾ നൽകിയത്.